ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂബറിൽ ഫ്രീ ആയിട്ട് വണ്ടി റെന്റ് എടുത്ത് എങ്ങനെ ഓടാൻ പറ്റുമെന്നാണ്. അതായത് നമ്മൾ ഇതിനു മുമ്പ് ചെറിയ പ്ലാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ബാംഗ്ലൂരിൽ ഇതേപോലെ 120 ട്രിപ്പ് എടുത്ത് കഴിഞ്ഞാൽ 220 റെന്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നമ്മുടെ ചാനലിൽ കൂടുതലും ചെയ്യാൻ ഉദ്ദേശിച്ചേക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ഡ്രൈവേഴ്സിന് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള, അതേപോലെ തന്നെ ഡ്രൈവേഴ്സിന് എന്തെങ്കിലും ഉപകാരപ്പെടണം, അതായത് എന്തെങ്കിലും ലാഭമുള്ള ഓഫർ വല്ലതും വന്നു കഴിഞ്ഞാൽ അതുമായിട്ട് വരാൻ പറ്റും. അല്ലാണ്ട് ഒരുപാട് ഈ തട്ടിപ്പുകളും കുറേയൊക്കെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് അവിടെ. ഇങ്ങനെ 500 രൂപക്ക് 12 മണിക്കൂർ റെന്റ് കൊടുത്ത് അങ്ങനെ കുറേ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പാണെങ്കിലും നമ്മുടെ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയറക്റ്റ് കമ്പനിയിൽ നിന്ന് വണ്ടി റെന്റ് എടുത്ത് ഓടുക അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയാൻ പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സീറോ റെന്റിൽ എങ്ങനെ ഓടാൻ പറ്റും എന്നാണ്. അതിപ്പോൾ നിലവിൽ കുറച്ച് നാളായി ഓഫർ റണ്ണിങ് ആയിട്ട്. അപ്പോൾ അത് നിർത്തും എന്ന് പറഞ്ഞിട്ടുണ്ടായി, പക്ഷെ ഇപ്പോഴും റണ്ണിങ്ങിലാണ് ഓഫർ. അപ്പോൾ ഇതുവരെയും അത് എന്ത് ചെയ്യണതിനെ പറ്റി അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ലെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ ബാംഗ്ലൂരിലെ കാര്യമാണ്. അപ്പോൾ ബാംഗ്ലൂരിലെ വീഡിയോനെ പറ്റിയാണ് ഞാൻ പറയണത്, നമ്മൾ കൊച്ചിയിലല്ല. അപ്പോൾ ബാംഗ്ലൂരിൽ നമുക്ക് സീറോ റെന്റിൽ വണ്ടി ഓടാൻ പറ്റും. അതെങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൂന്നാഴ്ചത്തെ, അതായത് ആദ്യത്തെ 3 ആഴ്ചയാണ് നമുക്ക് സീറോ റെന്റിൽ വണ്ടി കിട്ടുന്നത്. അപ്പോൾ അതിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ നമ്മൾ പ്ലാനിൽ പറഞ്ഞ പോലെ തന്നെ 11,000 ആണ് നമ്മൾ നേരത്തെ പ്ലാനിൽ ഡെപ്പോസിറ്റ് പറഞ്ഞത്. പിന്നെ 120 ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ 250 റെന്റ്, 220 റെന്റ് അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടെന്ന്. ഇപ്പോൾ നിലവിലുള്ള ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 95 ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ, അതായത് 7 ദിവസത്തിൽ തിങ്കൾ മുതൽ ഞായർ വരെ ഉള്ള 7 ദിവസത്തിൽ നമ്മൾ 125 അല്ല 95, വെറും 95 ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് റെന്റ് കിട്ടും. അത് 3 ആഴ്ചത്തേക്കാണ് വരുന്നത്. നമ്മളിപ്പോൾ ഒരു അതിൽ ഡെപ്പോസിറ്റ് എമൗണ്ട് വരുന്നുണ്ട്. 12,000 ആണ് ഡെപ്പോസിറ്റ് എമൗണ്ട് വരുന്നത്. 12,000 ഡെപ്പോസിറ്റ് എമൗണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ 3 ആഴ്ചത്തേക്ക്, അതായത് ആദ്യത്തെ 3 ആഴ്ച നമുക്ക് സീറോ റെന്റിൽ ഓടാം. അതായത് ഒറ്റ പൈസ പോലും നമ്മ റെന്റ് കൊടുക്കേണ്ടതില്ല. അതുപോലെ തന്നെ നമ്മ 65 ട്രിപ്പിൽ കൂടുതൽ എടുക്കണമെന്നാണെങ്കിൽ നമുക്ക് ഡെഡ് കിലോമീറ്റർ ഒന്നും വരില്ല, മനസ്സിലായോ? അപ്പൊ അത് എനിക്ക് കേട്ടതിൽ വെച്ച് ഇപ്പൊ നിലവിൽ ബാംഗ്ലൂരിൽ ഉള്ള ഓഫറും എല്ലാം ഞാൻ ഇങ്ങനെ അന്വേഷിക്കാറുണ്ട്. അപ്പൊ അതിന് കമ്പയർ ചെയ്ത് വെച്ച് നോക്കാൻ നേരത്ത് നിലവിലുള്ളതിൽ ഏറ്റവും ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഇത്. നല്ലൊരു ഓഫർ തന്നെയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഇപ്പൊ വണ്ടി എടുക്കുന്നവർക്ക് 95 ട്രിപ്പ്, ഇപ്പൊ 120 ട്രിപ്പ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എടുത്തിട്ട് ഓടുന്നവരുണ്ട്. അപ്പൊ നമുക്ക് 95 ട്രിപ്പ് എടുത്തിട്ട് സീറോ റെന്റ് തന്നെ എന്ന് പറഞ്ഞാൽ 95 ട്രിപ്പ് ഒക്കെ എങ്ങനെ വന്നാലും നമുക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ എടുക്കാവുന്നതേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റും. അത് എന്നെ സംബന്ധിച്ച്, ഡ്രൈവേഴ്സിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്ന ഒരു നല്ല ഓഫർ തന്നെയാണത്. പിന്നെന്താ, അപ്പൊ അതിന്റെ ഡെപ്പോസിറ്റും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡെപ്പോസിറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ 12,000 ആണ് ഡെപ്പോസിറ്റ് വരുന്നത്. അതിൽ ഈ ഡോക്യുമെന്റേഷൻ ചാർജാണ് 2,000 രൂപ വരുന്നത്. 10,000 നമുക്ക് റീഫണ്ടബിൾ ആണ്. 90 ദിവസം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പ്ലാനിലൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ 90 ദിവസം നമ്മ അവിടെ മിനിമം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ 10,000 റീഫണ്ടബിൾ ആണ്. 2,000 രൂപ മാത്രമാണ് ഈ ഡോക്യുമെന്റേഷൻ ചാർജ് ആയിട്ട് എടുക്കുന്നത്. പിന്നെ അതിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ആക്സിഡന്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാലും അതെല്ലാം കമ്പനി നോക്കിക്കോളും. നമ്മ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഒരു 30 രൂപ വെച്ചിട്ട് നമ്മൾ ഇൻഷുറൻസിന്റെ എമൗണ്ട് ഡെയിലി അതിൽ നിന്ന് കട്ടിങ് വരും. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. പിന്നെന്താണ്, പിന്നെ ഈ 90 ദിവസം കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ജോയിൻ ആകണം അന്ന് മുതൽ ഈ ആദ്യത്തെ 3 വീക്സും എല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ടാണ് 90 ദിവസം കാൽക്കുലേറ്റ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഇപ്പം ഇന്ന് വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഇന്നത്തേക്ക് നമ്മൾ 90 ദിവസം, ഇപ്പോൾ 90 ദിവസം നമ്മൾ കണ്ടിന്യൂ ആയിട്ട് വർക്ക് ചെയ്യണമെന്നില്ല. നമ്മൾ 90 ദിവസം ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് നാട്ടിൽ പോയിട്ട് വന്നൊന്നാണെങ്കിൽ അങ്ങനെ വരാം. മിനിമം നമുക്കിപ്പോൾ ഈ ഫസ്റ്റത്തെ 3 ആഴ്ചത്തെ റെന്റ് ഫ്രീ കിട്ടണമെന്നാണെങ്കിൽ മിനിമം നമ്മൾ 3 ആഴ്ച കണ്ടിന്യൂ ആയിട്ട് വർക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ നാട്ടിൽ പോയിട്ട് വന്നോന്നാണെങ്കിൽ നാട്ടിലൊക്കെ പോയിട്ട് വന്നിട്ട് ബാക്കിയുള്ള ദിവസങ്ങൾ കംപ്ലീറ്റ് ചെയ്താലും മതി. അങ്ങനെ ഒറ്റയടിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണമെന്ന് അങ്ങനെയൊന്നുമില്ല. പിന്നെ ഈ 65 ട്രിപ്പിന് മേലെ നമ്മൾ ഒരാഴ്ച എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വണ്ടിയിൽ ഡെഡ് കിലോമീറ്റർ നമുക്ക് ഫ്രീ ആയിരിക്കും. നമുക്ക് ഇഷ്ടമുള്ള അത്രയും വണ്ടി നമ്മുടെ പേഴ്സണൽ യൂസിനൊക്കെ ഓടിച്ചാലും കുഴപ്പമൊന്നുമില്ല. കാരണം അതിന് നമുക്ക് വേറെ എക്സ്ട്രാ ചാർജ് ഒന്നും വരുന്നില്ല. മിനിമം 65 ട്രിപ്സ് കംപ്ലീറ്റ് ആയിരിക്കണം എന്ന് മാത്രം കണ്ടീഷനുള്ളത്. പിന്നെന്താണ്, പിന്നെ ഇപ്പം ഈ എല്ലാവരുടെയും കയ്യിൽ നമുക്കിപ്പോൾ ഈ 12,000 കൊടുക്കാൻ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഞാൻ ഒരു ഇത് പറഞ്ഞുതരാം. നമുക്കിപ്പോൾ ഒരു 5,000, അതായത് 3,000 ഡെപ്പോസിറ്റും 2,000 ഡോക്യുമെന്റേഷൻ ചാർജും വരും. അപ്പൊ 3,000 ഡെപ്പോസിറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു പ്ലാൻ വന്നിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഡെയിലി 950 വെച്ചിട്ട് നിങ്ങൾ കൊടുക്കണം. അതായത് ആഴ്ചയിൽ ഡെയിലി ആയിരിക്കും റെന്റ് വരുന്നത്. ഇപ്പൊ ആഴ്ചയിൽ ഇപ്പൊ ഈ 12,000 പ്ലാനിൽ നമ്മൾ
വീക്കിലിയാണ് റെന്റ് ക്ലിയർ ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ തിങ്കളാഴ്ച ചൊവ്വാഴ്ച അങ്ങനെയൊക്കെ ആയിരിക്കും റെന്റ് ക്ലിയർ ചെയ്യേണ്ടി വരുന്നത് ഈ ഒരാഴ്ച ഓടിക്കഴിഞ്ഞിട്ട്. ഇപ്പൊ ഈ അല്ലാണ്ട് നമ്മൾ 3000 കൊടുത്തിട്ട് എടുക്കുന്ന പ്ലാനിലാണെങ്കിൽ ഇപ്പൊ 3000 നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് വരുന്നുള്ളൂ. അതിൽ 2000 ടോട്ടൽ 5000 വരും. അതിൽ 2000 നമുക്ക് ഡോക്യുമെന്റേഷൻ ചാർജ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ അതിൽ ആ പ്ലാനിൽ എടുത്തു കഴിഞ്ഞാലുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗുണമല്ല, നമ്മുടെ പൈസ ഇല്ലെങ്കിൽ ആ പ്ലാൻ എടുത്തു കഴിഞ്ഞാലുള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ തന്നെ 3 വീക്സ് റെന്റ് ഫ്രീ ആയിരിക്കും. പക്ഷെ അതിൽ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി 950 വെച്ചിട്ട് അവർക്ക് ഡെയിലി കൊടുത്തിരിക്കണം. ഡെയിലി റെന്റ് ആയിട്ട് 950 ഡെയിലി, അങ്ങനെ 7 ദിവസത്തേക്ക് നമ്മൾ കൊടുക്കണം. 7 ദിവസത്തേക്ക് നമ്മൾ കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഫസ്റ്റത്തെ വീക്ക് 95 ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ആക്കണമെന്നാണെങ്കിൽ നമുക്ക് അതായത് നമ്മൾ 950 വെച്ച് കൊടുത്തേക്കണ എമൗണ്ട് നമുക്ക് ആ വീക്കിലി റീഫണ്ട് ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ 3 ആഴ്ച. പിന്നെ അഥവാ നമുക്ക് ആ പേയ്മെന്റ് റീഫണ്ട് വേണ്ടെന്നാണെങ്കിൽ നമുക്ക് പിന്നീട് 12,000 അതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഈ ഡെപ്പോസിറ്റ് പ്ലാനിൽ, അതായത് വീക്ക്ലി റെന്റ് കൊടുക്കുന്ന പ്ലാനിൽ ഓടാം. ഈ 3 വീക്സ് കഴിഞ്ഞാൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ ഇതിൽ കൊടുത്തേക്കാം, ഇവിടെ വീഡിയോയിൽ കൊടുത്തേക്കാം. പിന്നെ 3 വീക്സ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. 125 ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ 250 രൂപ ആയിരിക്കും ഒരു ദിവസത്തെ റെന്റ് വരുന്നത്. അതെ, ഒരു ദിവസത്തെ റെന്റ് വരുന്നത്. അങ്ങനെ 7 ദിവസത്തെ റെന്റ് ആവാൻ നേരത്ത് ആ എമൗണ്ട് വരും. അതുപോലെ തന്നെ 110 ട്രിപ്പാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണമെന്നാണെങ്കിൽ നമുക്ക് 360 രൂപ ആയിരിക്കും റെന്റ് വരുന്നത്. അതുപോലെ 95 ട്രിപ്പാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണമെന്നാണെങ്കിൽ ഡെയിലി റെന്റ് 500 രൂപ ആയിരിക്കും. അങ്ങനെ നമ്മൾ ട്രിപ്പ് കുറയണനുസരിച്ചിട്ട് റെന്റ് എമൗണ്ട് കൂടും. അപ്പൊ അങ്ങനെ ആയിരിക്കും നമുക്ക് വീക്കിലി റെന്റ് വരുന്നത്. എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുണ്ടാവും. അപ്പോ അങ്ങനെയാണ് ആ റെന്റൽ പ്ലാൻ വരുന്നത്. അപ്പൊ ഇത് ഇപ്പൊ വാഗനറിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. വാഗനർ ടൂർ CNG വണ്ടിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഡിസൈർ ആവാൻ നേരത്തെ അതിന്റെ വ്യത്യാസം, റെന്റ് എമൗണ്ടിൽ വ്യത്യാസം ഉണ്ടാവും. അതേപോലെ ഡെപ്പോസിറ്റ് എമൗണ്ടിലും വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ ഈ 12,000 കൊടുത്ത് നിങ്ങൾ വണ്ടി എടുക്കണമെങ്കിൽ വേറൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2025 മോഡൽ വണ്ടി തന്നെ ആയിരിക്കും കിട്ടുന്നത്. 2025 ഒരു 20,000 കിലോമീറ്റർ 25,000 കിലോമീറ്റർ താഴെയുള്ള വണ്ടി തന്നെ ആയിരിക്കും കിട്ടുന്നത്. അത്യാവശ്യം നല്ല വണ്ടി തന്നെ ആയിരിക്കും കിട്ടുന്നത്. പിന്നെ ഈ 3,000 രൂപ കൊടുത്തിട്ട് നിങ്ങൾ, അതായത് ഈ 5,000 ഡെപ്പോസിറ്റ് കൊടുത്തെടുത്ത് കഴിഞ്ഞാലുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2024 വണ്ടി ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ ഈ 12,000 കൊടുക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി കുറഞ്ഞിട്ടുള്ള വണ്ടി ആയിരിക്കും കിട്ടുക. പിന്നെ നിങ്ങൾ ഈ 950 വെച്ചിട്ട് ബാലൻസ് 7,000 കൂടി പേ ആയിക്കഴിഞ്ഞാൽ, നമ്മൾ ഈ 950 വെച്ച് കൊടുക്കുന്നത് ബാലൻസ് 7,000 കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഈ റെന്റൽ പ്ലാനിലേക്ക്, വീക്ക്ലി റെന്റൽ പ്ലാനിലേക്ക് കൺവേർട്ട് ചെയ്ത് തരും. അപ്പൊ നമുക്ക് 2025 വണ്ടിയിലേക്ക് ചേഞ്ച് ചെയ്ത് തരും അവര്. അങ്ങനെ നമ്മുടെ അടുത്ത് പറയണം. പിന്നെ എന്താണ്, റെന്റൽ പ്ലാൻ എല്ലാം സെയിം തന്നെയാണ്. നമ്മൾ ഈ 5,000 ഡെപ്പോസിറ്റ് കൊടുത്തെടുത്താലും 12,000 ഡെപ്പോസിറ്റ് കൊടുത്തെടുത്താലും റെന്റൽ പ്ലാൻ ഇത് തന്നെ ആയിരിക്കും വരുന്നത്. 125 ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ 250 രൂപ റെന്റ്. അപ്പോൾ ഫസ്റ്റത്തെ 3 വീക്ക് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഈ പറഞ്ഞ 250 രൂപ വെച്ചിട്ടോ അല്ലെങ്കിൽ 500 രൂപ വെച്ചിട്ടാ നമുക്ക് ഈ 120 ട്രിപ്പ് എടുക്കാൻ പറ്റുമെന്നൊന്നും ഞാൻ ഉറപ്പ് പറയുന്നില്ല. നമുക്ക് എങ്ങനെ വന്നാലും ഒരു 95 ട്രിപ്പൊക്കെ നമുക്ക് എടുക്കാൻ നോക്കണം. ഇല്ലെങ്കിൽ നമ്മൾ അത് ഓടാൻ വേണ്ടി പോയിട്ട് കാര്യമില്ലെന്ന് ഞാൻ പറയുള്ളൂ. 95 ട്രിപ്പൊക്കെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ എന്താണ്, പിന്നെ ഞാൻ പറയുന്നത് കഷ്ടപ്പാടുണ്ട്. ഈസി എന്ന് പറഞ്ഞത് ഭയങ്കര എളുപ്പമാണെന്നല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട്, ജോലിക്ക് അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട്, എല്ലാ ജോലിക്ക് അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട്. നമ്മളിപ്പോൾ ഇങ്ങനെ ഇരുന്ന് പറയണ പോലെ മാത്രമല്ല, നമ്മൾ വർക്ക് ചെയ്യാൻ നേരത്ത് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ വണ്ടി എടുക്കാനായിട്ട് പോകാനായിട്ട്. പിന്നെ ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രൈവേഴ്സ് വണ്ടി എടുക്കാൻ പോകുന്നവർക്ക് ഒരു ഉപകാരമായിട്ടല്ല എന്നോർത്താണ് കൂടുതലും ചെയ്യാൻ കാര്യം. കാരണം ഇപ്പം ഈ 3 വീക്ക് ഇതേപോലെ ഈ ഇങ്ങനെ ഫ്രീ റെന്റ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് കേട്ടിട്ട് നല്ലൊരു ഓഫറായിട്ട് തന്നെയാണ് തോന്നിയത്. കാരണം ഇതുവരെ ഇങ്ങനെ ഉള്ള ഓഫേഴ്സ് ഒന്നും കണ്ടിട്ടില്ല. നമ്മൾ ഈ നോർമലി 11,000 ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഈ റെന്റൽ പ്ലാനിലാണ് എല്ലാവരും വണ്ടി എടുത്തേണ്ടിരുന്നത്. ഇപ്പോഴും എനിക്ക് തോന്നുന്നത് വേറെ കമ്പനികളിൽ നിന്നൊക്കെ അങ്ങനെ തന്നെ വണ്ടി എടുത്തേണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ പറയുന്ന കാരം എന്ന് പറഞ്ഞ ഒരു കമ്പനിയിലെ പറ്റിയാണ്. അപ്പോൾ അവിടുത്തെ ഒരു ഓഫറാണ് ഞാൻ ഇപ്പോൾ ഈ പറയുന്നത്. പിന്നെ എന്താണ്, അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ്. പിന്നെ എന്താ, പണിയെടുക്കാൻ താല്പര്യമുള്ളവർ മാത്രം ജോയിൻ ചെയ്യുക, അല്ലാത്തവർ ജോയിൻ ചെയ്യാണ്ടിരിക്കുക. പിന്നെ ഡിസയറിൻ്റെ ആണെങ്കിൽ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17 രൂപയാണ് ഡെപ്പോസിറ്റ് വരുന്നത്. ഈ സെയിം പ്ലാനിൽ ഡിസയറും ഉണ്ട്. 17,000 രൂപയാണ് ഡെപ്പോസിറ്റ് വരുന്നത്. അതിൻ്റെ റെന്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ഇവിടെ കൊടുത്തേക്കാം വീഡിയോയിൽ. 125 ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ 17 രൂപ റെന്റ് ഇത് വരുന്നത്. അതിൽ 15 രൂപ നമുക്ക് സെക്യൂരിറ്റി ഡെപ്പോസിറ്റും ബാക്കി 2,000 രൂപ പ്രോസസ്സിങ് ചാർജും അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് പിന്നെ അതിൻ്റെ റെന്റൽ പ്ലാൻസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 125 ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ 500 രൂപ ആയിരിക്കും ഡെയിലി റെന്റ് വരുന്നത്. അതും ഈ പറഞ്ഞ പോലെ 3 ആഴ്ച നമുക്ക് ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലെ 3 ആഴ്ച 95 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യണമെന്നാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിരിക്കും. അല്ലെന്നാണെങ്കിലുള്ള കാര്യം പറഞ്ഞത്. അല്ലാണ്ട് നമ്മൾ 3 വീക്സ് കഴിഞ്ഞുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. 125 ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ 500 രൂപ ആയിരിക്കും റെന്റ് വരുന്നത്.
110 ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ 550 രൂപയായിരിക്കും റെന്റ് വരുന്നത്. 95 ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ 700 രൂപയായിരിക്കും റെന്റ് വരുന്നത്. പിന്നെ 80 ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ 860 രൂപയായിരിക്കും റെന്റ് വരുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ട്രിപ്പ് എടുക്കണ അനുസരിച്ചിട്ട് റെന്റിൽ ചേഞ്ച് ഉണ്ട്. ഇപ്പോൾ നമ്മൾ വാഗനർ എടുക്കണമെന്നാണെങ്കിൽ 125 ട്രിപ്പ് എടുക്കാൻ നേരത്ത് നമുക്ക് 250 രൂപ എന്ന സ്ഥാനത്ത് ഡിസൈർ എടുക്കാൻ നേരത്ത് നമുക്ക് 125 ട്രിപ്പ് എടുക്കാൻ നേരത്ത് 500 രൂപയാണ് വരുന്നത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് ഡിസൈർ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഈ ഡെപ്പോസിറ്റും കൊടുത്തിട്ട് നമുക്ക് ഊബർ ഓടാനായിട്ട് എനിക്ക് തോന്നുന്ന ബെറ്റർ ഇപ്പോൾ ഇത് തന്നെയാണ്, നമ്മളെ വാഗനർ തന്നെയാണ് CNG. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഈ ഓഫർ യൂസ് ആക്കാൻ നോക്കുക. ഞാൻ ആരെയും നിർബന്ധിക്കുന്നൊന്നുമില്ല. ഇഷ്ടമുള്ളവർക്ക് പോയി എടുക്കാം, ഇഷ്ടമുള്ളവർക്ക് എടുക്കാണ്ടിരിക്കാം, എന്തെങ്കിലും അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാൻ ഇപ്പോൾ ഈ ഒരു ഓഫർ നമ്മൾ ഇതിനു മുമ്പ് 120 ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ 225 രൂപ റെന്റ് ആ ഒരു രീതിയിലുള്ള വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫ്രീ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതെനിക്ക് നിങ്ങളോട് ഒന്ന് എത്തിക്കണമെന്ന് തോന്നി. അതുകൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. കുറച്ച് ദിവസം കഴിഞ്ഞ് ചെയ്യണമെന്ന് ഓർക്കണം, പക്ഷെ നടന്നില്ല. പിന്നെ വേറൊരു പ്ലാൻ വന്നിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ഡ്രൈവർ എന്ന് പറഞ്ഞൊരു പ്ലാൻ വരുന്നുണ്ട്. ഡബിൾ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ഡ്രൈവറായിട്ട് നമുക്ക് 2 പേർക്കും കൂടി വണ്ടി എടുത്തിട്ട്, ഇപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടെന്നാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ബ്രദർ ഉണ്ടെന്നാണെങ്കിൽ നമ്മൾ 2 പേരും കൂടി ഒരു വണ്ടി എടുക്കും. വണ്ടി എടുത്തിട്ട് നമുക്ക് ഓടാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന് ഡെപ്പോസിറ്റ് വരുന്നത് 17 രൂപയാണ്. 17,000 രൂപ ഡെപ്പോസിറ്റ് 2 പേരും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വണ്ടി കിട്ടും. എന്നിട്ട് നമുക്ക് 2 പേർക്കും അതിൽ മാറി മാറി ഡ്രൈവ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ പ്ലാൻ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 125 ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ 2 പേരും കൂടി പേ ചെയ്യേണ്ട എമൗണ്ട് 350 രൂപ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ 110 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 പേരും കൂടി പേ ചെയ്യേണ്ട എമൗണ്ട് 460 രൂപ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ പകുതി ഒരാൾ പേ ചെയ്താൽ മതിയാവും. അതേപോലെ തന്നെ 95 ട്രിപ്പ് എടുക്കണമെന്നാണെങ്കിൽ നമുക്ക് 600 രൂപ ആയിരിക്കും പേ ചെയ്യേണ്ടത്. അപ്പോൾ ഒരാളുടെ നിന്ന് മറ്റേ 300 രൂപ ആ റേഞ്ചൊക്കെ വരുള്ളൂ. അതിപ്പോൾ നിങ്ങൾ ഡബിൾ ഡ്രൈവറായിട്ട് എടുക്കണമെങ്കിൽ 125 ട്രിപ്പൊക്കെ 2 പേർക്കും കൂടി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. 2 പേരും ഒരാൾ ഡേ നൈറ്റുമായിട്ട് ഓടിക്കാൻ നേരത്ത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെന്നാണെങ്കിൽ 350 രൂപ റെന്റ് വരുള്ളൂ. അപ്പോൾ അതിൻ്റെ പകുതി ഒരാളുടെ കയ്യിൽ നിന്ന് വരുള്ളൂ. അപ്പോൾ അത് നല്ലൊരു ഓഫർ തന്നെയാണ്. അങ്ങനെ ഡബിൾ ഡ്രൈവർ എടുക്കാൻ നേരത്ത് നമ്മൾ ഈ സമയവും എല്ലാം അഡ്ജസ്റ്റ് ആയിട്ട് അതായത് നിങ്ങൾ പരസ്പരം ഒരു ധാരണയിൽ വേണം എടുക്കാനായിട്ട്, മനസ്സിലായോ? ഇല്ലെന്നാണെങ്കിൽ പിന്നീട് അതൊരു തർക്കത്തിലേക്ക് വരുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ 12,000 ഡെപ്പോസിറ്റ് കൊടുത്തിട്ട് ഈ ഒരു ഇതിനെടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്നാണെങ്കിൽ ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ 3 വീക്സ് എന്തായാലും റെന്റ് വരാത്തതുകൊണ്ടിട്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഓടുകയും ചെയ്യാൻ 8 കിലോമീറ്ററും വരുന്നില്ല, വേറെ ഒന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഓടി നമുക്ക് മാക്സിമം പൈസ ഒപ്പിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഡിസൈർ വേണമെങ്കിൽ ഡിസൈർ എടുക്കാം. നമുക്കിപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് ഇത് വാഗനർ തന്നെയാണ് നല്ലത്. കുറച്ചും കൂടി എന്ന് ഉദ്ദേശിച്ചത് നമുക്ക് ഈ റെന്റും എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് 3 ആഴ്ച കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നോർമലി ഈ 125 ട്രിപ്പ് എടുക്കുമ്പോൾ 250 രൂപ റെന്റിൽ എന്നുള്ള കണക്കിലേക്ക് വരും. അപ്പോൾ മിനിമം 90 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എത്ര ആൾ വേണമെങ്കിലും ഇതിൽ വർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ മിനിമം 90 ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് ഈ 10,000 അതായത് ഈ ഡോക്യുമെന്റേഷൻ ചാർജ് കൂടാണ്ടുള്ള ഡെപ്പോസിറ്റ് എമൗണ്ട് നമുക്ക് റീഫണ്ട് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് മിനിമം 90 ദിവസം പറയണത്. മിനിമം 90 ദിവസം വർക്ക് ചെയ്യുക എന്നുള്ളവർ മാത്രം ജോയിൻ ചെയ്യുക, ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട്. പിന്നെ എന്താണ്, അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. പിന്നെ ഉള്ളത് ഓണർഷിപ്പ് പ്ലാൻ എന്ന് പറഞ്ഞാൽ 4 ഇയറിലേക്ക് നമ്മൾ വണ്ടി എടുത്തിട്ട് 4 വർഷം നമ്മൾ ഇതേപോലെ റെന്റൽ പ്ലാനിൽ അടച്ചു കഴിയാൻ നേരത്ത് നമുക്ക് ആ വണ്ടി സ്വന്തമാവും. അങ്ങനെയുള്ള ഒരു പ്ലാനാണ് പിന്നീടുള്ളത്. അപ്പോൾ ഇങ്ങനെ 350 രൂപയ്ക്ക് റെന്റ് കൊടുക്കുന്നവരെയും എനിക്ക് പരിചയമുണ്ട്, 500 രൂപ കൊടുക്കുന്നവരെയും പരിചയമുണ്ട്. അപ്പോൾ നമുക്ക് ഡ്രൈവേഴ്സിന് കുറച്ചും കൂടി നമുക്ക് എന്തെങ്കിലും സമ്പാദിക്കണമെന്നുണ്ടെന്നാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെയുള്ള കമ്പനികളിൽ നിന്ന് എടുത്തിട്ട് ഇതേപോലെയുള്ള പ്ലാൻസ് എടുത്തിട്ട് എടുക്കണതാണ് നല്ലത്. അതും നമുക്ക് അത്യാവശ്യം നല്ലതായിട്ട് തോന്നുന്ന ഏതെങ്കിലും കമ്പനിയിൽ നിന്ന് സർവീസും എല്ലാം ഒരു കമ്പനിയെ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളതിൽ ഇച്ചിരി ബെറ്റർ ആയിട്ട് തോന്നിയതുകൊണ്ടിട്ടാണ് നമ്മൾ ഈ ക്യാരം എന്ന് പറഞ്ഞ കമ്പനിയിൽ പറയാൻ കാരണം അത്യാവശ്യം കുഴപ്പമില്ലാത്ത നമുക്ക് വണ്ടിയൊക്കെ നമുക്ക് നമ്മ പറഞ്ഞിട്ട് ചെല്ലുന്നവർക്കൊക്കെ നമുക്ക് തരുന്നുണ്ട്. അല്ലാത്തവരുടെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പിന്നെന്താണ്, അപ്പം നമുക്ക് മാക്സിമം 24 ഹവറിലേക്ക് തന്നെ വണ്ടി എടുക്കാൻ നോക്കുക. എടുത്തു കഴിഞ്ഞാൽ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് വർക്ക് ചെയ്താൽ മതി. ഇഷ്ടമുള്ള വേറെ ഒരാൾ ഇപ്പോൾ 12 മണിക്കൂർ ആ നേരത്ത് ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് എടുക്കണമെന്നാണെങ്കിലും ഈ ഡബിൾ ഡ്രൈവർ എടുക്കണമെന്നാണെങ്കിലും അടുത്ത ആൾക്ക് നമുക്ക് ഡ്രൈവ് ചെയ്യണമല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ തിരിച്ച് ഓടി വരേണ്ടി വരും, അല്ലെങ്കിൽ തിരിച്ച് വണ്ടി കൊടുക്കാൻ നടക്കേണ്ടി വരും. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 24ലേക്ക് എടുക്കണമെങ്കിൽ പിന്നെ നമുക്ക് ആരെയും നോക്കണ്ട, നമ്മുടെ വണ്ടി നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് വർക്ക് ചെയ്യുക, നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നാട്ടിൽ പോവുക, വണ്ടി കൊണ്ടേ കൊടുക്കുക, നാട്ടിൽ പോവുക, അങ്ങനെ ഇഷ്ടമുള്ള അത്ര നേരം ഓടുക, കൂടുതൽ ടൈം ഓടണമെന്ന് തോന്നിയാൽ കൂടുതൽ ടൈം ഓടുക. അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അതിൽ. ഇപ്പം നൈറ്റ് ഓടണമെങ്കിൽ നൈറ്റ് ഓടുക, മോർണിംഗ് ഓടണമെങ്കിൽ മോർണിംഗ് ഓടുക, അങ്ങനെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം. അപ്പം മാക്സിമം വണ്ടി നിങ്ങൾ എടുക്കുന്നുണ്ടെന്നാണെങ്കിൽ മാക്സിമം നിങ്ങൾ ഈ 12,000 ഡെപ്പോസിറ്റ് കൊടുത്ത്, ഇല്ലെന്നാണെങ്കിൽ ഈ 5,000 ഡെപ്പോസിറ്റ് കൊടുത്ത് ഡയറക്റ്റ് കമ്പനിയിൽ നിന്ന് തന്നെ എടുക്കാൻ നോക്കുക. കമ്പനിയിൽ നിന്ന് എടുത്തതിന് ശേഷം
ഇപ്പോൾ ഈ 5,000 നിങ്ങൾ ഇപ്പോൾ ഡെപ്പോസിറ്റ് എമൗണ്ട് ഇല്ലെന്നാണെങ്കിൽ 3,000 ഡെപ്പോസിറ്റും അതായത് 2,000 പ്രോസസ്സിംഗ് ചാർജുമാണ് വരുന്നത്. അപ്പോൾ ആ എമൗണ്ട് കൊടുത്തിട്ട് നിങ്ങൾ കമ്പനിയിൽ നിന്ന് വണ്ടി എടുത്തതിന് ശേഷം നിങ്ങൾ ഇപ്പോൾ ഈ 950 ആണ് അവർ പറഞ്ഞത്. അത് ഇപ്പോൾ ഈ മെയിൻ്റെനൻസ് ചാർജ്, ഇൻഷുറൻസ് ചാർജ് എല്ലാം കൂടി വരാൻ നേരത്ത് ഒരു 30 രൂപ കൂടി എക്സ്ട്രാ ആഡ് ആവാൻ നേരത്ത് ഒരു 1,000 കൂട്ടിക്കോ. ഒരു 1,000 വെച്ചിട്ട് ഡെയിലി കൊടുക്കാൻ പറ്റുമെന്നാണെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ ആ വീക്കിൽ ആ പേയ്മെൻറ്റ് റീഫണ്ട് ആയിട്ട് കിട്ടും. അതായത് ഇപ്പോൾ നമുക്ക് ഈ എമൗണ്ട് തിരിച്ച് വേണമെന്നാണെങ്കിൽ 95 ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഡെപ്പോസിറ്റിൽ തന്നെ വർക്ക് ചെയ്യാം. ഇങ്ങനെ എല്ലാ വീക്കിലും ഇങ്ങനെ നിങ്ങൾ കൊടുക്കേണ്ടി വരുമെന്നേ ഉള്ളൂ. 1000 രൂപ വെച്ചിട്ട് എല്ലാ ദിവസവും 1000 വെച്ചിട്ട് നമ്മൾ എല്ലാ ദിവസവും കൊടുക്കേണ്ടി വരും. എന്നിട്ട് നമ്മൾ 95 ട്രിപ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതാണെങ്കിൽ ആ വീക്കിൽ നമ്മൾ കൊടുത്ത ഫുൾ എമൗണ്ട് നമുക്ക് റീഫണ്ട് ആയിട്ട് കിട്ടും. ഇപ്പോൾ അല്ലെന്നാണെങ്കിൽ ഫുൾ എമൗണ്ട് നമുക്ക് റീഫണ്ട് ആയിട്ട് കിട്ടും. അല്ലെന്നാണെങ്കിൽ നമുക്ക് റെന്റ് എമൗണ്ട് എത്ര വേണം അത് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് കിട്ടും. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ മാക്സിമം അതിൽ ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1000 രൂപ വെച്ച് കൊടുക്കാൻ നേരത്ത് 1000 രൂപ കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ ഈ റെന്റൽ പ്ലാനിലേക്ക്, ഇപ്പോൾ ആദ്യം പൈസ ഇല്ലാത്തവരുടെ കാര്യം ഞാൻ പറയുന്നത്, ഇല്ലെന്നാണെങ്കിൽ നമ്മൾ 1000 രൂപ വെച്ച് കൊടുത്തിട്ട് ഇപ്പോൾ 5,000 നമ്മൾ ആദ്യം കൊടുക്കാം. അപ്പോൾ ടോട്ടലി നമ്മൾ ഒരു 7 ദിവസം 1000 വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ 7,000 കൂടി ആഡ് ആയി കഴിയാൻ നേരത്ത് ടോട്ടലി 12,000 ആവും. അപ്പോൾ ആ ഒരു എമൗണ്ട് നമ്മൾ ഈ ഡെപ്പോസിറ്റ് പ്ലാൻ റെന്റൽ പ്ലാൻ കൺവേർട്ട് ചെയ്തിട്ട് വീക്ക്ലി റെന്റലിലേക്കുള്ള പ്ലാനിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിയാൻ നേരത്ത് നമുക്ക് പിന്നീട് നമുക്ക് ഡെയിലി ഇങ്ങനെ 1000 രൂപ വെച്ച് കൊടുക്കേണ്ടി വരില്ല. പിന്നെ ആഴ്ചയിൽ നമ്മൾ എത്ര ട്രിപ്പ് എടുക്കുന്നുണ്ട്, 125 ട്രിപ്പ് എടുക്കുന്നതാണെങ്കിൽ പിന്നെ 250 രൂപ ആ റേഞ്ചിൽ നമുക്ക് പിന്നീട് റെന്റ് വരുന്നുള്ളൂ. മനസ്സിലായി? അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ എത്രത്തോളം മനസ്സിലായെന്ന് എനിക്കറിയില്ല. കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നാണെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഇതിൻ്റെ അടിയിൽ ഇതിൽ കൊടുത്തേക്കാം. അപ്പോൾ കമൻറ്റിൽ ഞാൻ വാട്സപ്പ് നമ്പർ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നാണെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. പിന്നെന്താ, അപ്പോൾ അത്രയൊക്കെയുള്ളൂ. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെന്നാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പോൾ പണിയെടുക്കേണ്ടി വരും, എന്തായാലും കഷ്ടപ്പാടുണ്ടാവും. അതെല്ലാം വിചാരിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. അപ്പോൾ അത്രയുള്ളൂ. ബൈ.